ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. പ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയായ ശേഷം ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്ന ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മുൻപിൽ അഭിസംബോധനാ പ്രസംഗം നടത്തുകയാണ് ക്ഷേത്രം ട്രസ്റ്റുമായി ബന്ധപ്പെട്ട പ്രതിനിധികളൊപ്പം. അല്പസമയത്തിനകം പ്രധാനമന്ത്രിയുടെ അഭിസംബോധനാ പ്രസംഗം ഉണ്ടാവും. അതിനായി കാത്തിരിക്കുകയാണ് രാഷ്ട്രീയ ലോകം. എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമന്ത്രി സൂചിപ്പിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയും ഉത്കണ്ഠയുമുണ്ട്. രാധാകൃഷ്ണനും എസ് വിജയകുമാറും തുടരുന്നുണ്ട്. എസ് വിജയകുമാർ, വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പ്രധാനമന്ത്രി ഇന്ന് ഈ അഭിസംബോധനാ പ്രസംഗത്തിൽ സൂചിപ്പിക്കും എന്നാണ് പൊതുവിൽ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്ന കാര്യം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ് രാഷ്ട്രീയമായി BJP ഇതിൽ നോക്കിക്കാണുന്നത് എന്ന കാര്യങ്ങൾ കൂടി പരോക്ഷമായെങ്കിലും പ്രധാനമന്ത്രി സൂചിപ്പിക്കുമെന്ന് പറയുന്നു. അതിനായുള്ള ഒരു കാത്തിരിപ്പുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ. ഒപ്പം ഇന്ന് സംസ്ഥാനങ്ങളിൽ തന്നെ നടന്ന മറ്റ് ചടങ്ങുകൾ കൂടി അതിന്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടി വരുന്നു. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഡൽഹിയിൽ ബിർള മന്ദിർ സന്ദർശിച്ചു. അവിടെ ഭജനയിൽ പങ്കെടുത്തു. ഒപ്പം JP നദ്ദ ഡൽഹിയിൽ തന്നെയുള്ള മറ്റൊരു ക്ഷേത്രത്തിൽ ചടങ്ങിൽ പങ്കെടുക്കുന്നു. ഇവിടെ കേരളത്തിലാണെങ്കിൽ പ്രകാശ് ജാവദേക്കർ ഉൾപ്പെടെയുള്ള ദേശീയ നേതാക്കൾ ഇവിടെ ഉണ്ട്. അവർ ക്ഷേത്രങ്ങളിൽ പോകുന്നു, അവിടെ ഭജനയിൽ പങ്കെടുക്കുന്നു. ഇങ്ങനെയെല്ലാം പല രീതിയിൽ സന്ദേശങ്ങൾ നൽകുന്നുണ്ട്. കൃത്യമായ അജണ്ട എന്താണെന്ന് BJP സെറ്റ് ചെയ്യുന്നുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെ എളുപ്പത്തിൽ മറ്റ് രാഷ്ട്രീയ അജണ്ടകളൊന്നും പറയാതെ തന്നെ ശ്രീരാമനും രാമക്ഷേത്രവും എന്ന ഒരു രീതിയിലേക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ അജണ്ട സെറ്റ് ചെയ്താണോ ഇനി BJPയുടെ മുന്നോട്ടുള്ള പോക്ക് എന്ന് പറയാമോ? പ്രജിൻ, BJPയെ സംബന്ധിച്ച് ഇതൊരു രാഷ്ട്രീയ വിഷയം തന്നെയാണ്. അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല. കാരണം BJP ജനസംഘം സ്ഥാപിതമായ കാലം മുതൽ BJP പാർലമെന്റിൽ 2-3 അംഗങ്ങളായി തുടരുന്ന കാലത്തൊക്കെ അതിന്റെ പ്രഖ്യാപിത നിലപാട് രാമക്ഷേത്രം അയോധ്യയിൽ ഉണ്ടാകണമെന്നത് തന്നെയാണ്. അതിലിപ്പോൾ രാമക്ഷേത്രമാണെങ്കിലും കശ്മീരിന്റെ പ്രത്യേക പദവി സംബന്ധിച്ചാണെങ്കിലും ഏക സിവിൽ കോഡ് ആണെങ്കിലും ഒക്കെ BJPയുടെ പ്രഖ്യാപിത രാഷ്ട്രീയ അജണ്ടകൾ തന്നെയാണ്. അതിൽ എല്ലാം യാഥാർത്ഥ്യമാക്കുന്നു എന്നതാണ് പ്രധാനമന്ത്രി ഈ ഘട്ടത്തിൽ ഈ സന്ദേശം അല്ലെങ്കിൽ ഇതൊക്കെ ജനങ്ങളോട് പറയാൻ അല്ലെങ്കിൽ BJPയുടെ അജണ്ടയായി കൊണ്ടുവന്ന മാനിഫെസ്റ്റോയിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടപ്പാക്കി എന്നതായിരിക്കാം ഒരു പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പ് വിഷയമായി BJP മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. രാമക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഈ പ്രതിഷ്ഠാ ദിനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾ നടത്താൻ പാടില്ല. പ്രതിഷ്ഠാ ചടങ്ങിനോടനുബന്ധിച്ച് രാഷ്ട്രീയ പ്രതികരണങ്ങൾ പാടില്ല. ഇതൊരു മതപരമായ ചടങ്ങാണ്. ആ നിലയ്ക്ക് തന്നെ കാണണം. വിശ്വാസികൾ പങ്കെടുക്കുന്ന ഒരു ചടങ്ങാണ്. അതിൽ രാഷ്ട്രീയം കലർത്തേണ്ടതില്ല. BJP പ്രവർത്തകരും നേതാക്കളും ഇങ്ങോട്ട് കൂട്ടമായി വരേണ്ടതില്ല. പ്രത്യേകം ക്ഷണം ലഭിച്ചവർ മാത്രം ഇവിടേക്ക് വന്നാൽ മതി തുടങ്ങിയ കാര്യങ്ങൾ പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പാർട്ടി നേതാക്കളോട് പറഞ്ഞിരുന്നു. BJPയുടെ വക്താക്കളോടൊക്കെ BJP നേതാക്കൾ പറഞ്ഞിരുന്നത് ഈ പ്രതികരണങ്ങൾ നടത്തുന്നതിൽ മിതത്വം പാലിക്കണം, ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങളിലേക്ക് പോകരുത്, ഇത് ഒരു മതപരമായ ചടങ്ങാണ്. അതുകൊണ്ട് നമുക്ക് അയോധ്യ നഗരത്തിൽ വരുമ്പോൾ ഒരിടത്തും BJPയുടെ പതാകകൾ കാണാനേ ഇല്ല. അപ്പോൾ ഞാനിവിടെ അന്വേഷിച്ചപ്പോൾ BJPയുടെ പതാകകളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നതൊക്കെ അഴിച്ചു മാറ്റി. അതിനുശേഷം ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഉള്ള ശ്രീരാമന്റെയും ഹനുമാന്റെയും ഒക്കെ പടം ആലേഖനം ചെയ്ത ജയ് ശ്രീറാം എന്ന് എഴുതിയ കാവി പതാകകൾ മാത്രമേ ഇവിടെയുള്ളൂ. അപ്പോൾ ഒരു തരത്തിലും ഇതൊരു പാർട്ടി പരിപാടിയായി മാറ്റരുത്. അങ്ങനെ മാറ്റുന്നു എന്ന വിമർശനം കോൺഗ്രസ് അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കുന്ന പശ്ചാത്തലത്തിൽ അത് ആളിക്കത്തിക്കുന്ന തരത്തിൽ പ്രതികരണങ്ങൾ പാടില്ല എന്നതായിരുന്നു BJP അതിന്റെ ഘടകങ്ങൾക്കൊക്കെ നൽകിയ നിർദ്ദേശം. അതേസമയം അങ്ങനെ പറയുമ്പോഴും ഇത് രാഷ്ട്രീയ സ്വഭാവത്തിലുള്ളത് തന്നെയായിരുന്നു. കാരണം BJPയുടെ ഇലക്ഷൻ മാനിഫെസ്റ്റോയിൽ രാമക്ഷേത്രമുണ്ട്. അത് ഒരു തെരഞ്ഞെടുപ്പ് വിഷയമായി തന്നെ നിലനിൽക്കുകയും ചെയ്യും. അത് യാഥാർത്ഥ്യമാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നതായിരിക്കാം BJPയുടെ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇറങ്ങുമ്പോൾ അവരുടെ ആദ്യത്തെ മുദ്രാവാക്യം എന്നതും സംശയമില്ല. അതിന്റെ ഭാഗമാണ് നേരത്തെ പ്രജിത് സൂചിപ്പിച്ചത്. എല്ലാ സംസ്ഥാനങ്ങളിലും വലിയ ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ചാണ് ആഘോഷ പരിപാടികൾ അധികവും നടക്കുന്നത്. RSS സംസ്ഥാന ഘടകങ്ങൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഒരു കാരണവശാലും തെരുവിലേക്ക് ഇറങ്ങിയുള്ള ആഘോഷം വേണ്ട, ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് സാംസ്കാരിക കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുള്ള ആഘോഷം മതി, ഏതെങ്കിലും തരത്തിൽ പ്രകോപനം ഉണ്ടാകുന്ന സാഹചര്യം ഒരു കാരണവശാലും പാടില്ല എന്ന് RSS അതിന്റെ ഘടകങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ആ നിലയിൽ ഇതൊരു തെരഞ്ഞെടുപ്പ് വർഷമാണ്. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞാൽ ഉടൻ നമ്മൾ ലോക്സഭയിലേക്ക് പോകുകയാണെങ്കിൽ അവിടെ ബജറ്റ് സമ്മേളനം വരുന്നു. ബജറ്റ് സമ്മേളനം കഴിഞ്ഞാൽ ഫെബ്രുവരി അവസാനത്തോ മാർച്ച് ആദ്യ വാരത്തോടെയോ നോട്ടിഫിക്കേഷൻ, പൊതു തെരഞ്ഞെടുപ്പിനുള്ള നോട്ടിഫിക്കേഷൻ വരും. അതുകൂടി അതാകുമ്പോഴേക്കും തെരഞ്ഞെടുപ്പ്, നമ്മളൊരു തെരഞ്ഞെടുപ്പ് മൂഡിലേക്ക് പൂർണ്ണമായി മാറിക്കഴിഞ്ഞു. ഇതിൽ ഏറ്റവും രസകരമായ കാര്യം ഇപ്പോൾ വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ ഇതൊരു പാർട്ടി പരിപാടിയായി തോന്നരുത് എന്ന നിർബന്ധം BJPക്കുണ്ട്. അതുകൊണ്ട് തന്നെ ആ രീതിയിൽ പാർട്ടി പതാകകളോ മറ്റ് ബാനറുകളോ അവിടെ പാടില്ല എന്ന നിർദ്ദേശം നൽകിയത് അവിടെ നീക്കം ചെയ്തു. പക്ഷേ ഈ ഒരു ചടങ്ങിൽ നിന്ന് നോക്കുക, ഈ അഭിസംബോധനാ
പ്രസംഗ വേദിയിൽ തന്നെ ഉള്ള ആൾക്കാർ ആരൊക്കെയെന്ന് രാഷ്ട്രീയമായി നോക്കിക്കഴിഞ്ഞാൽ അതിൽ മറ്റൊരു കൗതുകം നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ പ്രധാനമന്ത്രി ഉണ്ട്, ഒപ്പം ഉള്ളത് ഒരാൾ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥാണ്, ഉത്തർപ്രദേശിലെ BJP സർക്കാരിന്റെ തലവനാണ്. മറ്റൊന്ന് RSSന്റെ മേധാവിയാണ്, മോഹൻ ഭാഗവതാണ്. മറ്റൊന്ന് ആനന്ദിബെൻ പട്ടേലാണ്. ഇവിടെ എല്ലാം രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്ന് വളരെ വ്യക്തവുമാണ്. അപ്പോൾ അവിടെ പാർട്ടി പതാകകളില്ല, അതെല്ലാം നീക്കം ചെയ്തുവെങ്കിലും ഇത് കാണുന്ന, ഈ ചടങ്ങ് കാണുന്ന ഒരാൾക്ക്, പുറത്തുള്ള ഒരാൾക്ക് കൃത്യമായി എന്താണ് ഉദ്ദേശിക്കുന്നത് BJP എന്ന് വ്യക്തമാവുകയല്ലേ? തീർച്ചയായും പ്രജിൻ, ഇതിൽ BJPയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അവരുടെ, ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ, പ്രഖ്യാപിത നയങ്ങളിൽ നിലപാടിൽ ഒന്നാണ് അയോധ്യ രാമക്ഷേത്രം. അത് തെരഞ്ഞെടുപ്പിൽ അവരിത് ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ സംശയം, അത്തരമൊരു സംശയം വേണ്ട. സ്വാഭാവികമായും ഇത് ഹിന്ദുത്വ അജണ്ടകൾ ഒന്നൊന്നായി നടപ്പാക്കിയ ഒരു ഗവൺമെന്റ്, അതിന് തുടർച്ചയുണ്ടാകണം എന്നതായിരിക്കാം BJP മുന്നോട്ട് വെക്കാൻ പോകുന്ന രാഷ്ട്രീയ സമീപനവും. അതിലും ഒരു തർക്കവും വേണ്ട. പക്ഷെ ഇന്നത്തെ ദിവസം അത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് പ്രസംഗം, ഒരു രാഷ്ട്രീയ പ്രസംഗത്തിന്റെ വേദിയാക്കുമോ പ്രധാനമന്ത്രി എന്നതിൽ മാത്രമേ നമുക്ക് സംശയമുള്ളൂ. അങ്ങനെ ഈ ദിവസങ്ങളിൽ അദ്ദേഹം വലിയ വ്രതത്തിലൊക്കെ ആയിരുന്നു. രാമക്ഷേത്രങ്ങള്, വൈഷ്ണവ ക്ഷേത്രങ്ങൾ സന്ദർശിച്ചു, തീർത്ഥയാത്രകൾ നടത്തി. അപ്പോൾ അതിന്റെയൊക്കെ അനുഭവങ്ങളും ഒരു ആത്മീയ അനുഭവമൊക്കെ ആയിരിക്കാം പ്രധാനമന്ത്രി പറയുക. പിന്നെ പറയാനാണെങ്കിൽ പ്രധാനമന്ത്രിക്ക് കുറെ കാര്യങ്ങൾ പറയാൻ കാണും. കാരണം ഈ രഥയാത്രയുടെയൊക്കെ സമയത്ത് അതിന്റെ മുഴുവൻ ചുമതലക്കാരിൽ ഒരാളായിരുന്നു, അദ്വാനിയുടെ രഥയാത്രയുടെയൊക്കെ മുഴുവൻ ചുമതലക്കാരിൽ ഒരാളായിരുന്നു നരേന്ദ്രമോദി. ആ നരേന്ദ്രമോദി ഇപ്പോൾ ഇതിന്റെ ക്ഷേത്രം തുറക്കുമ്പോൾ അതിന്റെ മുഖ്യ യജമാനനായി, ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അധികാരത്തിലുണ്ട്. അന്ന് ആ രഥയാത്ര നയിച്ച് ഇതിനെ ഒരു അയോധ്യ മൂവ്മെന്റ് എന്ന നിലയിൽ സംഘപരിവാർ വിശേഷിപ്പിക്കുന്ന മട്ടിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് അദ്വാനിയാണ്. അദ്ദേഹം ഇന്ന് ഈ വേദിയിലില്ല. അനാരോഗ്യത്തെ തുടർന്ന് അദ്ദേഹം മാറി നിൽക്കുന്നു എന്നാണ് അറിയിക്കുന്നത്. അദ്ദേഹം എന്തെങ്കിലും ഒരു വിശദീകരണം അതിൽ നൽകിയിട്ടില്ല. അങ്ങനെ ഇതിന്റെ അനുബന്ധമായി പറയാൻ കുറെ കാര്യങ്ങളുണ്ട്. പക്ഷേ എന്തായിരിക്കും പ്രധാനമന്ത്രി അതിലേക്ക് കടക്കുമോ എന്ന് നമുക്കറിയില്ല. അതിനപ്പുറത്ത് പ്രജിൻ, ഇത് കേവലം ക്ഷേത്രം, അയോധ്യ രാമക്ഷേത്രം തുറന്നു, ഇത് ലോകത്താകെ, ഇപ്പോൾ ഇന്ത്യയിലാകെ എല്ലാവരും, അല്ലെങ്കിൽ തത്സമയ സംപ്രേഷണത്തിലൂടെയൊക്കെ കോടിക്കണക്കിന് ആളുകളിലേക്ക് ഇത് എത്തിയിട്ടുണ്ടാകും. അതാണ് BJP ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അങ്ങനെ അത് എത്തേണ്ടിടത്തേക്ക് എത്തിക്കുക, ഇതൊക്കെ തന്നെയാണ് അതിലെ പ്രധാനപ്പെട്ട ദൗത്യവും. അതൊരു രാഷ്ട്രീയ ദൗത്യം തന്നെയാണ്. അതായിരിക്കാം ഇന്നിപ്പോൾ രാജ്യത്തെമ്പാടും വലിയ സ്ക്രീനുകളിലൊക്കെ BJPയും സംഘപരിവാർ സംഘടനകളും ഒക്കെ അത് ക്ഷേത്രങ്ങൾക്ക് പുറത്ത് അത് വലിയ സ്ക്രീനുകളിലൊക്കെ ഇതിന്റെ ചടങ്ങ് കാണിച്ചിട്ടുണ്ട്. കേരളത്തിലാണെങ്കിൽ രാമായണ പാരായണം, അത് മധുര വിതരണം, ഉച്ചഭക്ഷണം നൽകല്, കലാപരിപാടികളൊക്കെ ഇതിന്റെ ഭാഗമായി നടക്കുന്നുണ്ട്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ വിവിധ ഇടങ്ങളിൽ വലിയ ഭജനകൾ നടക്കുന്നുണ്ട്. നമുക്കറിയാം ഡൽഹിയിൽ ആം ആദ്മി പാർട്ടി തന്നെ അതിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇത് തത്സമയം കാണിക്കലും ഭജനയും ഒക്കെ അവരതങ്ങ് ഏറ്റെടുത്തിരിക്കുകയാണ്. UPയിലാണെങ്കിൽ കോൺഗ്രസ്, BJP അങ്ങനെ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതിന്റെ ഭാഗമായിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനമാണ്, അവിടെ അവധി കൊടുത്തിട്ടുണ്ട്. ഹിമാചലിലെ മന്ത്രി വിക്രമാദിത്യ സിംഗ് ഇവിടേക്ക് എത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. കർണാടക സർക്കാർ, നമുക്കറിയാം കർണാടകയിൽ കർണാടക ഉപമുഖ്യമന്ത്രി തന്നെ ഈ ചടങ്ങിന് പിന്തുണ നൽകുന്നു എന്ന് അദ്ദേഹം ഒരു ഘട്ടത്തിൽ പറഞ്ഞതാണ്. പക്ഷേ അതിന് ഇന്ന് അവധി നൽകിയിട്ടില്ലെങ്കിൽ പോലും തമിഴ്നാട്ടിലാണെങ്കിൽ ഏറ്റുമുട്ടലിന്റെ പാതയിലാണ്. അവിടെ അവധി നൽകുന്നില്ല, അവധി നൽകലല്ല പ്രശ്നം, അവിടെ ഇത് തത്സമയം കാണിക്കുന്ന സ്ക്രീനുകൾ പോലീസ് നീക്കം ചെയ്തു. അതിനെതിരെ സുപ്രീം കോടതിയിൽ BJP പോയി. നിയമപരമായി അനുവദിക്കാവുന്നതാണെങ്കിൽ അത് അനുവദിക്കണം, സ്ക്രീനുകൾ എടുത്തുകൊണ്ട് പോകുന്നത് നിയമവിരുദ്ധമാണെന്ന് കോടതിയുടെ ഒരു വാക്കാലുള്ള നിരീക്ഷണവും ഉണ്ടായി. അങ്ങനെ രാജ്യത്തെമ്പാടും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഇതിന്റെ വ്യത്യസ്തമായ മറ്റൊരു കാര്യം അസമിൽ നടക്കുന്നുണ്ട്. അവിടെ ഇന്നിപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അതിനിടയിലാണ് രാഹുൽ ഗാന്ധിയെ ഇന്ന് അവിടെ പോലീസ് തടഞ്ഞത്. അതിനെ തുടർന്ന് വലിയ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും അവിടെ ഉണ്ടായിട്ടുമുണ്ട്. രാഹുൽ ഗാന്ധിയുടെ പ്രതികരണവും ആ വിഷയത്തിൽ വരികയും ചെയ്തു. അവിടെ ഒരു ക്ഷേത്ര ദർശനത്തിന് പോകുന്ന വഴിയാണ് പോലീസ് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിന്റെ മറ്റു നേതാക്കളെയും തടഞ്ഞത്. അവിടെ പോകാൻ പാടില്ല, ഈ പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം മാത്രമേ അവിടേക്ക് പോകാവൂ എന്ന നിർദ്ദേശം നൽകുന്നു. അതിന് ഹിമന്ത ബിശ്വ ശർമ്മ തന്നെ മുന്നിട്ടിറങ്ങുന്നു. അത് വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കുന്നു. അങ്ങനെ ഇന്നത്തെ ഈ ദിവസം ആ രീതിയിൽ പോലും കോൺഗ്രസിനെതിരെയുള്ള നിലപാട് കൃത്യമായി അവിടെ BJP പറയുന്നുണ്ട്. അത് കോൺഗ്രസിനെ ചൊടിപ്പിക്കുന്നുമുണ്ട്. ഇന്നിപ്പോൾ രാജ്യവ്യാപക പ്രതിഷേധത്തിന് വൈകിട്ട് കോൺഗ്രസ് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അങ്ങനെ രാഷ്ട്രീയ വിഷയമായി ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട് ഇതിനോടകം എന്നത് വളരെ പ്രധാനപ്പെട്ട വിഷയമല്ലേ? BJP നേതാക്കളുടെ പ്രതികരണം കൂടി നേരത്തെ വന്നത് ശ്രദ്ധേയമായിരുന്നു.
പ്രജിൻ ഈ രാമ ക്ഷേത്ര പ്രതിഷ്ഠാ ദിനത്തിൽ രാജ്യത്താകെ പ്രതിഷേധം നടത്താൻ കോൺഗ്രസ് ആഹ്വാനം ചെയ്തു എന്ന മട്ടിലേക്ക് BJP അതിന്റെ പ്രചാരണം ഒരു ഘട്ടത്തിൽ മാറ്റുകയും ചെയ്തിരുന്നു. അത് അസമിലെ ഈ യാത്രയെ തടഞ്ഞത് മുൻനിർത്തിയാണെങ്കിലും രാജ്യത്തെമ്പാടും ഈ ദിവസം പ്രതിഷേധം നടത്തുന്ന കോൺഗ്രസിനെ ജനം മറക്കില്ല, അല്ലെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കില്ല എന്ന മട്ടിലൊക്കെ BJP നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഇന്ന് പ്രതികരണം വരികയും ചെയ്തു. ഈ അസമിലെ കാര്യത്തിൽ അതിൽ കുറച്ചുകൂടി കാര്യങ്ങളുണ്ട് പ്രജിൻ. കാരണം അവിടെ ഹേമന്ത ബിശ്വ ശർമ്മ ഞങ്ങളുടെ പൂച്ച ഇപ്പോൾ ഞങ്ങളെ തടയുന്നു എന്നാണ് മല്ലികാർജുൻ ഖാർഗെ നേരത്തെ ഈ രാഹുൽ ഗാന്ധിയുടെ യാത്ര തടഞ്ഞതിനോട് പ്രതികരിച്ചത്. ഹേമന്ത ബിശ്വ ശർമ്മ നമുക്കറിയാം അസമിലെ കോൺഗ്രസിന്റെ ഒരു കാലത്തെ പ്രധാനപ്പെട്ട നേതാവായിരുന്നു. തരുൺ ഗൊഗോയ് എന്ന കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവുമായി തെറ്റിപ്പിരിഞ്ഞാണ് സർബാനന്ദ് സോനോവാളും ഹേമന്ത ബിശ്വ ശർമ്മയും BJPയിലേക്ക് വരുന്നത്. അന്ന് സർബാനന്ദ് സോനോവാളും ഹേമന്ത ബിശ്വ ശർമ്മയും രാഹുൽ ഗാന്ധിയെ കാണാൻ 10th ജൻപഥിൽ എത്തിയിരുന്നു. അന്ന് രാഹുൽ ഗാന്ധി എനിക്ക് നിങ്ങളോട് സംസാരിക്കാനല്ല, ഞാൻ തരുൺ ഗൊഗോയോട് സംസാരിച്ചോളാം എന്ന് പറഞ്ഞ് അവരെ തിരിച്ചയച്ചു എന്നാണ് കഥ. അതിനുശേഷം സർബാനന്ദ് സോനോവാളും ഹേമന്ത ബിശ്വ ശർമ്മയും രാഹുൽ ഗാന്ധിയുമായി അമിത്ഷായുമായി കൂടിക്കാഴ്ച നടത്തുകയും BJP പ്രവേശനം ഉറപ്പാക്കുകയും ചെയ്തു. അങ്ങനെ ഇരു നേതാക്കളും BJPയിലെത്തി. തുടർച്ചയായി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിലെ ചുമതലയാണ് ഇരുവർക്ക് നൽകിയത്. ആ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ BJPയെ അധികാരത്തിലേക്ക് കൊണ്ടുവരുന്നതിൽ ഹേമന്ത ബിശ്വ ശർമ്മയും സർബാനന്ദ് സോനോവാളും വഹിച്ച പങ്കിനെ പറ്റി BJP അത് എടുത്തു പറയാറുണ്ട്. പിന്നീട് സർബാനന്ദിന് അസമിന്റെ മുഖ്യമന്ത്രി സ്ഥാനം നൽകി, ഹേമന്ത ബിശ്വ ശർമ്മയ്ക്ക് പിന്നീട് അവിടെ മന്ത്രിസ്ഥാനവും പിന്നീട് മുഖ്യമന്ത്രിയും നൽകി. ഇപ്പോൾ സർബാനന്ദ് കേന്ദ്രമന്ത്രിയാണ്. അപ്പോൾ അതിൽ കേവലം BJP കോൺഗ്രസ് തർക്കം എന്നതിനപ്പുറത്തേക്ക് ഹേമന്ത ബിശ്വ ശർമ്മയും കോൺഗ്രസും അവിടുത്തെ രാഹുൽ ഗാന്ധിയും തമ്മിലുള്ള ഒരു തർക്കം കൂടി ഇതിന് പിന്നിൽ മറഞ്ഞും തെളിഞ്ഞും കിടക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളുടെ പൂച്ച ഇപ്പോൾ ഞങ്ങളെ തടയാറായോ എന്ന്, ഞങ്ങൾ വളർത്തിയ പൂച്ച ഇപ്പോൾ ഞങ്ങളെ തടയാൻ ധൈര്യമുണ്ടോ എന്ന് മല്ലികാർജുൻ ഖാർഗെക്ക് ചോദിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഹേമന്ത ബിശ്വ ശർമ്മയെ വളർത്തിയത് കോൺഗ്രസ് ആണ്. അത് അവരുടെ ഈ പറയുന്ന രാഷ്ട്രീയ വൈര്യവും അത്തരം പ്രശ്നങ്ങളുമാണ്. പക്ഷെ ഇന്നിപ്പോൾ ഹിമന്ത ബിശ്വ ശർമ്മ ഇതിനായി പറഞ്ഞ കാരണം, അതായത് എന്തുകൊണ്ട് അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം ഇതാണ്. അതായത് അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ചടങ്ങിന് ശേഷം മാത്രമേ പോകാവൂ എന്ന് ഹിമന്ത ബിശ്വ ശർമ്മ അവിടെ പറഞ്ഞു എന്നാണ് ഇപ്പോൾ വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ. അതേ തുടർന്നാണ് ഒരു പ്രതിഷേധം ഇവിടെ ഉയർന്നത്. എന്തുകൊണ്ട് ഇന്ന് നരേന്ദ്രമോദിക്ക് മാത്രമേ ഇവിടെ ഒരാൾക്ക് മാത്രമേ പോകാൻ പറ്റുമുള്ളൂ ക്ഷേത്രത്തിലേക്ക് എന്നൊരു ചോദ്യം പരിഹാസ രൂപേണ രാഹുൽ ഗാന്ധി തിരിച്ചും ചോദിക്കുന്നുണ്ട്. അതായത് ഞാൻ പറഞ്ഞിരുന്നത് രാമക്ഷേത്രവും ഒപ്പം ഈ അയോധ്യ വിഷയവും ഇതെല്ലാം തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ അജണ്ടയായി BJP ഉയർത്തിക്കാട്ടുമ്പോൾ അത് വലിയ രാഷ്ട്രീയ വിഷയമായി കോൺഗ്രസിനും അറിയാതെ തന്നെ എടുക്കേണ്ടി വരുന്ന സ്ഥിതിവിശേഷത്തിലെ കാര്യങ്ങൾ പോവുകയാണ്.